ഒരു 2 നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ദാ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് മാത്രം ഒഴിച്ച് അതിലേക്ക് ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നേന്ത്രപ്പഴമൊക്കെ നെയ്യിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കൊരു അരക്കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആ പഞ്ചസാര എല്ലാം ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് ആ പഴത്തിൽ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു 1/4 കപ്പോളം മാത്രം റവ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ റവ ഒത്തിരി കൂടി പോകണ്ട. കൂടിപ്പോയി കഴിഞ്ഞാൽ പഴത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാണ്ട് പോകും. അപ്പം ഒരു 1/4 കപ്പോളം മാത്രം മതി റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ശേഷം ആ റവയൊക്കെ ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ട് നമ്മുടെ ആ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകം ഉണ്ടല്ലോ, ആ പാകം എത്തുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നെയ്യ് ഇഷ്ടമുള്ളവർ മാത്രം 1 സ്പൂൺ നെയ്യും കൂടി ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇല്ല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം നമുക്കിത് ഈ ഒരു ചെറു ചൂടോടെ തന്നെ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. ശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പയ്യെ അതിൻ്റെ കളറൊന്ന് മാറി ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു 2 പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം എപ്പോഴും ഏത്തപ്പഴം കിട്ടുമ്പം പഴംപൊരിയാണ് ഉണ്ടാക്കാറുള്ളെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബായ്.